കേരളത്തിൽ അവസാനമായി തൂക്കിലേറ്റിയത് റിപ്പർ ചന്ദ്രനെ 1991 ജൂലൈ 6-നാണ് വധശിക്ഷ നടപ്പാക്കിയത്. 1980-കളിൽ കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ രാത്രിയും പകലും മരണദൂതനായി റിപ്പർ ചന്ദ്രൻ വിളയാടി. 14 കൊലപാതകങ്ങളാണ് റിപ്പർ ചന്ദ്രനെതിരെ തെളിയിക്കപ്പെട്ടത്. റിപ്പർ ചന്ദ്രൻ കേസിൽ വിചാരണയ്ക്ക് ശേഷം വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. ഇത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചു. ഇതിനുശേഷം റിപ്പർ ചന്ദ്രന്റെ ദയാഹർജി പ്രസിഡന്റ് തള്ളുകയുമുണ്ടായി. ഈ കടമ്പകൾക്ക് ശേഷമാണ് 1991 റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയത്. നിലവിൽ കേരളത്തിൽ ഗ്രീഷ്മ ഉൾപ്പെടെ 35 പേരാണ് വധശിക്ഷ കാത്ത് കിടക്കുന്നവർ. റിപ്പർ ചന്ദ്രന്റെ കേസ് അപൂർവമായാണ് പരിഗണിക്കപ്പെട്ടത്. 14 കൊലപാതകങ്ങൾ, അതിക്രൂരമായ 14 കൊലപാതകങ്ങൾ. വധശിക്ഷ കാത്തു കിടക്കുന്ന 35 കേസുകളിൽ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഹൈക്കോടതി, സുപ്രീം കോടതി, പ്രസിഡന്റിന്റെ ദയാഹർജി എന്നിവ കടന്ന് വധശിക്ഷയിലേക്ക് എത്തുന്നത് എത്ര പേർ എന്നത് ഇനി കണ്ടറിയണം. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചത് കേരളം മുഴുവൻ ആഘോഷിക്കുകയാണ്. എന്നാൽ ഗ്രീഷ്മയ്ക്ക് മുന്നിൽ വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയും പ്രസിഡന്റിന്റെ ദയാഹർജി തള്ളുകയും ചെയ്താൽ മാത്രമേ ഈ ശിക്ഷാവിധി നടപ്പിലാക്കാൻ കഴിയൂ. 1991 ശേഷം ഒരു വധശിക്ഷ പോലും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. 1991 പോലും വധശിക്ഷ നടപ്പാക്കുന്നതിന് കേരളത്തിൽ ഒരു ആരാച്ചാർ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അന്ന് ചാർജിലുണ്ടായിരുന്ന ജയിൽ സൂപ്രണ്ടാണ് വധശിക്ഷ നടപ്പാക്കിയത്. ഇത്തരത്തിൽ കേരളം മുഴുവൻ ആഘോഷിക്കപ്പെട്ട ഈ വധശിക്ഷയും എവിടെ വരെ എത്തും എന്നത് നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ്.